ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഗുരുതരാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്നാൽ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയൊരു നീക്കം എന്നതാണ് ഇപ്പോൾ നിരീക്ഷകരടക്കം ചോദിക്കുന്നത്. മസൂദ് അസറിന്റേതായി പുറത്തുവന്ന പുതിയ ഈദ് സന്ദേശമാണ് ഇത്തരമൊരു സംശയത്തിന് ആധാരമായിരിക്കുന്നത്. 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഓഡിയോ സന്ദേശത്തിൽ സംസാരിക്കാൻ പോലും മസൂദ് അസർ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ. പ്രസംഗത്തിലുടനീളം ഇയാൾ നിരന്തരം ചുമയ്ക്കുന്നതും ശബ്ദത്തിൽ വലിയ തളർച്ച അനുഭവപ്പെടുന്നതുമായി തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഈ ഭീകരൻ മാരകമായ രോഗബാധിതനായി തന്നെ കഴിയുന്നതായുള്ള വിലയിരുത്തൽ ശക്തമാകുന്നത്. മസൂദിൻ്റേത് 20 മിനിറ്റ് നീണ്ട ഈദ് സന്ദേശം പുറത്തു വരികയാണ്. പിന്നാലെ തന്നെ അസർ രോഗബാധിതനാണ് എന്ന വലിയ രീതിയിലുള്ള പ്രചരണം ഇപ്പോൾ പാകിസ്ഥാനിലടക്കം ഇവിടെ വലിയ രീതിയിൽ നടക്കുകയാണ്. ഓഡിയോ സന്ദേശത്തിൽ മസൂദ് അസർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ അസറിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പാക് അധികൃതർ ഇതുവരെയും ഒരു വിവരങ്ങൾ പോലും പുറത്തുവിട്ടിട്ടില്ല. ആയതിനാൽ തന്നെ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നതിൽ വലിയൊരു ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്നാൽ മസൂദ് അസറിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പാക് അധികൃതർ ഇതുവരെയും പ്രതികരിക്കാത്തത് വലിയൊരു ആശങ്കകൾക്ക് കാരണമാവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം മുറുകുമ്പോൾ ഭീകരരെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സ്ഥിരമായി പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പയറ്റുന്ന തന്ത്രമായി തന്നെ ഇതിനെ സംശയിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു. മുൻപും പല ഭീകര നേതാക്കളും കൊല്ലപ്പെട്ടെന്നോ അല്ലെങ്കിൽ രോഗബാധിതരായി തന്നെ കഴിയുന്നു എന്ന വാർത്തകൾ കൂടുതലായി പരത്തുകയും അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന രീതി പോലും പാകിസ്ഥാൻ പിന്തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാകാം മസൂദ് അസറിനും ഇത്തരത്തിൽ രോഗബാധിതനായി തന്നെ കഴിയുന്നതായി ഇവർ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. 2001 പാർലമെന്റ് ആക്രമണം, പുൽവാമ ഭീകരാക്രമണം തുടങ്ങി നിരവധി ഭീകരാക്രമണത്തെ അതിനെ പിന്തുണച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങളുടെ ഒരു സൂത്രധാരൻ കൂടിയാണ് മസൂദ് അസർ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാകാം ഈ സമയത്ത് മസൂദ് അസറിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നതെന്നും ചില ഹാൻഡിലുകൾ ഇതിനോടായി തന്നെ വ്യക്തമാക്കുന്നു. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടാകാം എന്നതാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നത്. കാരണം ഈ ഒരു യുദ്ധം അതായത് പശ്ചിമേഷ്യൻ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ മറ്റൊരു തരത്തിലുള്ള ആക്രമണം നടത്താൻ വേണ്ടി അവർ പദ്ധതികൾ അണിയറയിൽ തയ്യാറാക്കുകയായിരിക്കാം. ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിന്റെ മറ പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ മസൂദ് അസർ വലിയൊരു രോഗബാധിതനായി തന്നെ കഴിയുന്നുവെന്ന് മറ്റുള്ളവരിലേക്ക് ഒരു സന്ദേശം എത്തിക്കുകയും അതുവഴി നാടകീയമായ ചില നീക്കങ്ങൾ നടത്തുന്നതിനുമാകാം ഇത്തരത്തിൽ ഇങ്ങനൊരു ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇയാളുടെ ശബ്ദരേഖ സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചു വരികയാണെന്നും ഇയാൾ പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ താവളത്തിൽ തന്നെയാണോ അതോ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലേക്കാണോ എന്ന കാര്യത്തിൽ പോലും അന്വേഷണം നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഭീകരനായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട മസൂദ് അസറിനെ അവിടെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ വർഷങ്ങളായി തന്നെ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു വരികയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇയാൾ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.